സ്നേഹമുള്ള ജോർജ് കുട്ടി സാറേ, വേദിയിലായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഭക്ഷണം ആശീർവദിക്കണമെന്ന് പറഞ്ഞ് അർജൻറ്റ് തിമ്പറേച്ചിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഓടി വന്നത്. ഇത്ര സവിശേഷമായ ഒരു മീറ്റിംഗ് ഇവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. ആ വേദിയിൽ സംസാരിക്കാൻ ഒരുങ്ങിയിട്ടുമില്ല. എങ്കിലും ഇത് വളരെ അനുഗ്രഹീതമായ ഒരു നിമിഷമായി കരുതുകയാണ്. സവിശേഷ സിദ്ധികളുള്ള മരീസദനത്തിലെ അംഗങ്ങളോടുകൂടെ ഈ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ നടത്താൻ തീരുമാനിച്ച ജോർജ് കുട്ടി സാറിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇത് വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ്. ഈ ഒരു അവസരത്തിൽ ജോർജ് കുട്ടി സാറിനെ ഞാൻ വളരെ നന്ദിയോടും സ്നേഹത്തോടും കൂടെ ഓർക്കുകയാണ്. സാറ് ഒരു ട്രൂ ലീഡറാണ്. രണ്ട് സൈഡും കൊണ്ട്
നേതൃത്വത്തിലുള്ള സംഘടനയുടെ സംസ്ഥാന തലത്തിലുള്ള ഭാരവാഹിയായിട്ടൊക്കെയാണ് അദ്ദേഹം പിരിയുന്നത്. അപ്പോൾ എനിക്ക് പിന്നാലെ വരുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. അപ്പോൾ അവർ പാലായിൽ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ പാലായിലെ വലിയ സദനവും ഇങ്ങനെ ആൾക്കാരുണ്ടെന്നും ഇതൊരു മാതൃകയായിട്ട് അവർക്ക് തോന്നിയാൽ അത്രയും പുണ്യമായില്ലേ എന്നും കൂടെ സാർ എന്നോട് പ്രത്യേകം പറഞ്ഞു. പക്ഷേ ഇന്നലെ ഇപ്പം കൂടെ എന്നോട് ഇങ്ങനെ മീറ്റിംഗ് വെക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ കഴിച്ചിട്ട് നമ്മൾ നല്ലതെന്ന് പറഞ്ഞാൽ സമൂഹം അറിയുന്നില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ്. വലിയ സദനത്തിന് സോഷ്യൽ മീഡിയ പേജുകളുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം ഈ രീതിയിൽ പുറത്തോട്ട് പോയാലേ സമൂഹം അറിയുള്ളൂ. കാരണം ഈ സന്തോഷം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പറയുകയാണ്. കാരണം മഴക്കാലമായി ഇവിടെ കുറച്ച് പേർക്ക് TB പോലുള്ള അസുഖങ്ങൾ ഇവിടെ കുറച്ച് പേർക്ക് വന്നു. അതിന് വലിയ രീതിയിലുള്ള ഒരു ക്രൈസിസാണ്. സാമൂഹ്യനീതി വകുപ്പ് ഇവിടുത്തെ സ്ട്രെങ്ത് 530 ഉണ്ട്, അത് കുറയ്ക്കണമെന്ന് പറഞ്ഞ് നമ്മളെ പീഡിപ്പിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും പുറത്തുനിന്ന് ഒരാൾ പുതിയതായിട്ട് വരുമ്പോൾ ഇത്രയും വലിയ കെട്ടിടങ്ങളും ലോഡ് സ്പേസ് എന്ന് പറയുന്ന ആശുപത്രിയും ഒക്കെ സ്പോൺസർഷിപ്പ് കിട്ടിയതാണ്. അതൊക്കെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഇവിടെ ദാരിദ്ര്യമില്ല. പക്ഷേ ഒരു ദിവസം കടന്നു പോകാൻ 70,000 രൂപ ഇവിടെ വേണം. ചില ആളുകൾ ഇവിടെ വരുന്നവരെ പോലും ഇവിടെ ഭയങ്കര സൗകര്യം, സന്തോഷത്തിന് വാഗമണ്ണി സ്ഥലമുണ്ട്, കൊടൈക്കനാലിൽ സ്ഥലമുണ്ട് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോകാം. അപ്പം ആ ഒരു സാഹചര്യം വളരെ മരുന്നിന് വലിയ കടമുണ്ട്, മരുന്നിരയുടെ കടമുണ്ട്, കെടുതലുമായി വലിയ ബാധ്യതയുണ്ട്. അതിലൂടെ എല്ലാം ദൈവം പരിപാലിച്ചു കൊണ്ടുവന്നൊരു സ്ഥാപനമാണ്. കാരണം നമ്മുടെ പിതാവ് ഞാൻ എന്നും കാണുന്നതാണ്, എല്ലാ ക്രിസ്മസിനും ഒരു മുന്നറിയിപ്പോ പരവതാനിയൊന്നും ഇല്ലാതെ അദ്ദേഹം ഇന്നോവ നിറച്ചും കേക്കുമായിട്ട് വന്ന് ഈ ആൾക്കാരുടെ ഇടയ്ക്ക് നടന്ന് കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് കൊടുക്കുന്നു. ആ പിതാവിൻ്റെ കരുതലാണ് നമുക്ക് എപ്പോഴും ബലം. അങ്ങനെയുള്ള സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തി ഇരുത്തി കാണിക്കുന്ന സമൂഹം ഇവിടെയുണ്ട്. അപ്പം ജോർജ് സാറിനെ പോലെയുള്ള ഈ മാതൃകകൾ വലിയ സ്ഥാനത്തിനെ പിടിച്ചു നിർത്താൻ എന്നും ഇതുപോലെ മുന്നോട്ട് വരണം. അതിന് അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് റിട്ടയർ ചെയ്തു വരുന്നു. പക്ഷേ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം കൊള്ളുന്നു. ഞങ്ങളെ ഇപ്പം പുള്ളി പ്രിൻസിപ്പാളൊക്കെ ആയതുകൊണ്ട് നിരീക്ഷകനായിട്ടാണ് പലപ്പോഴും പോകാറുള്ളത്. അതിനൊക്കെ അപ്പുറം സജീവ രാഷ്ട്രീയ പ്രവർത്തന പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന വലിയൊരു നേതാവായിട്ട് കേരള കോൺഗ്രസ് പാർട്ടി സജീവ പ്രവർത്തനമായിട്ട് എന്നും കൂടെ അതിലും വിജയിക്കട്ടെ എന്നും കൂടെ ആശംസിച്ചുകൊണ്ട് സാറിനോട് നമ്മുടെ ഈ പരിപാടിക്ക് നന്ദി പറയുവാൻ, സാറാണ് ഫസ്റ്റ്, എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു നന്ദി വാക്കിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കടനാട് സ്കൂളിലെ PTA പ്രസിഡന്റ് ആദ്യം പറയുന്നില്ലെന്നാണ് പറഞ്ഞത്.